ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വാട്ടർ ഈറ്റിൻ്റെ വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ 3 ഇഡലിയാണ് കഴിച്ചത്. ഈ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ജോലി 7:30 ആകുമ്പോൾ ചെല്ലണം. അപ്പോൾ ഞാൻ ഒരു 6:30 ആയപ്പോൾ ഇഡലി കഴിച്ചു. പക്ഷേ അന്നേരമാണ് രാവിലെ സാറ് വിളിച്ചിട്ട് പറഞ്ഞ് ഇന്ന് വരണ്ട, ഇന്ന് കടയ്ക്ക് അവധിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് പിന്നെ ഭയങ്കര വിശപ്പ്, കാരണം ഞാൻ ഓട്സ് ഉണ്ടാക്കി കഴിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് ജോലിക്ക് കൊണ്ടുപോകാൻ വെച്ച നമ്മുടെ പൊതിച്ചോറുണ്ടായിരുന്നു. ഞാൻ പൊതിച്ചോറാട്ടോ കൊണ്ടുപോകുന്നത്. എനിക്കതാണ് ഇഷ്ടം, കാരണം നമ്മൾ ഈ ഇല തുറക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ അന്നത് പ്രത്യേകിച്ച് വലിയ കൂട്ടാനൊന്നുമില്ല. മുട്ട പൊരിച്ചത്, ചമ്മന്തി, ചക്കക്കുരു മെഴുക്കുവരട്ടിയായിരുന്നു. പിന്നെ മീനുണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ ഇലക്കകത്തല്ല വെച്ചത്, അത് വേറൊരു പാത്രത്തിലായിരുന്നു നമ്മൾ വെച്ചത്. പിന്നെ മീൻകറിയും എല്ലാം കൂടെ ഒരു പിടി പിടിച്ച് പിന്നെ ലാസ്റ്റ് ആ ഒരു ഉരുളയും ആ മുട്ടയും കൂടെ കഴിച്ച ആഹാ സൂപ്പർ. പിന്നെ 2 മണിയൊക്കെ ആയപ്പോൾ അമ്മ പിന്നെ മാതള നാരങ്ങ ജ്യൂസ് കൊണ്ട് തന്നു കേട്ടോ. എനിക്ക് മാതളം അല്ലാതെ കഴിക്കുന്നതിനെക്കാട്ടും ഇഷ്ടം ഇങ്ങനെ ജ്യൂസ് അടിച്ച് കഴിക്കാനാട്ടോ, കുടിക്കാനാണ് ഇഷ്ടം. പിന്നെ അമ്മ മാങ്ങ കൊണ്ടു തന്നു. പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ അച്ചാച്ചൻ കടയിൽ പോയി മുട്ട ബജിയും ഉള്ളിവടയൊക്കെ കൊണ്ടു തന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ടൈപ്പ് ഉള്ളിവട, അതായത് ഇതിൽ കൂടുതലും മൈദയാണുള്ളത്. ചില ഉള്ളിവട ഉണ്ടല്ലോ, ഉള്ളി അധികത്തിൽ ഭയങ്കരമായിട്ട് ഇടുന്നത്, എനിക്ക് ആ ടൈപ്പ് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ആദ്യം ഒന്ന് വായിലിട്ടപ്പോൾ എനിക്ക് എന്തോ ടേസ്റ്റ് വ്യത്യാസം തോന്നി, അതാട്ടോ മുഖത്ത് അങ്ങനെ ഒരു എക്സ്പ്രഷൻ വന്നത്. പിന്നെ മുട്ട ബജി പിന്നെ പറയുവേണ്ട, എനിക്ക് എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഈ മുട്ട ബജി എന്ന് പറയുന്നത്. പിന്നെ രാത്രി ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. കൈ ചോറിനകത്ത് ഇളക്കിയപ്പോഴാണ് ഓർത്തത് അയ്യോ ഞാൻ വീഡിയോ എടുത്തില്ലെന്ന്. പിന്നെ പെട്ടെന്ന് പോയി വീഡിയോ ഒക്കെ എടുത്തേട്ടോ. പിന്നെ നമ്മൾ അധികത്തിൽ ചീനി വേവിച്ചായിരുന്നു വൈകിട്ട്. പിന്നെ ചൂരക്കറിയും ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കിയൊക്കെ സെയിം കൂട്ടാൻ തന്നെയാണ്. പിന്നത്തേക്ക് ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.